ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ഹെയർ കെയർ ഒന്നും എനിക്ക് വലിയതായിട്ട് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ മുടിയിൽ നല്ലൊരു മാറ്റമുണ്ട്. കാരണം നന്നായി ഊരിപ്പോകുന്നുണ്ട്, പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. റീസെൻ്റ്ലി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന നീലഭൃങ്ങാതിയുടെ ഒരു ഓയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹെയർ പാക്കിന് ആവശ്യമായ 3 ഇല ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് പേരയില, പിന്നെ ചെമ്പരത്തി ഇല, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല, പിന്നെ കറ്റാർ വാഴയാണ് കേട്ടോ. അതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നന്നായി സ്കാർപ്പിലൊക്കെ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആഴ്ചയിൽ 2 വട്ടമാണ് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായി അപ്ലൈ ചെയ്യും കേട്ടോ. പിന്നെ വേണ്ടത് ഹെയർ പാക്ക്. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഹെയർ പാക്ക് ഇടാൻ കേട്ടോ. ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് വീണ്ടും 1/2 മണിക്കൂർ വേണം കുളിക്കാൻ. അപ്പോൾ ഹെയർ പാക്ക് ഇടുമ്പോൾ നന്നായി സ്കാർപ്പിലൊക്കെ നന്നായിട്ട് കൊടുക്കണം കേട്ടോ. ചിലർ ധരിച്ച് തലയിൽ അപ്ലൈ ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് നോർമലി ഞാൻ അങ്ങനെയൊന്നും റിസ്ക് എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്നിട്ട് കല്ലൂസ് ഉള്ളതുകൊണ്ട് പിന്നെ വേഗം ഒന്നും നോക്കാറില്ല. അപ്പോൾ എൻ്റെ ഒരു ഹെയർ കെയർ ഇതാണേ. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയിൽ കാണാവേ.